ഐഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കുറേ ദിവസങ്ങൾക്ക് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരു വീട്ടമ്മയ്ക്ക് എങ്ങനെ സ്വന്തം അടുക്കളയിൽ നിന്നും വരുമാനം ഉണ്ടാക്കാമെന്നുള്ളതിനെ കുറിച്ച്. അതിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞിരുന്നത്. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറഞ്ഞിരുന്നു. രജിസ്ട്രേഷനെ കുറിച്ചും പിന്നെ നമ്മൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം അത് കണ്ടിട്ട് പലരും എനിക്ക് പല സംശയങ്ങളും എന്നോട് ചോദിച്ചിരുന്നു കമന്റിൽ. അതായത് മെയിനായിട്ട് ചോദിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ FSI രജിസ്ട്രേഷനെ കുറിച്ച് തന്നെയാണ്. വാടകയ്ക്കൊക്കെ താമസിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് അവരുടെ ആ വാടക അഡ്രസ്സ് വെച്ചുകൊണ്ട് FSI രജിസ്ട്രേഷൻ എടുക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വാടക അഡ്രസ്സ് വെച്ചുകൊണ്ട് FSI രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ്. പക്ഷെ നിങ്ങളുടെ ആധാർ കാർഡ് കാണിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ വാടകയ്ക്കായിരിക്കുന്ന സ്ഥലത്ത് വാടക ചീട്ട് കാണിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എടുത്തിരുന്നത്. ഇപ്പോഴും ഞാൻ എടുത്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ അഡ്രസ്സ് ഇങ്ങോട്ടാക്കി എങ്കിൽ പോലും ഞാനിപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ മറ്റൊരു സ്ഥലത്ത് താമസിക്കുകയും എൻ്റെ അഡ്രസ്സ് വേറെ ഒരു സ്ഥലത്ത് കിടന്നപ്പോൾ പോലും ഞാൻ അങ്ങനെ ആ താമസിച്ചിരുന്ന സ്ഥലം വെച്ചിട്ടാണ് ഞാൻ രജിസ്ട്രേഷൻ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഈ റീസെൻ്റ് ആയിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ അക്ഷയയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള അക്ഷയയിൽ പോയി ഈ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ ആധാർ കാർഡ്, പിന്നെ ഫോട്ടോ വേണം. അതുപോലെ നിങ്ങൾ അങ്ങോട്ട് പോകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ആരംഭിക്കുന്ന സംരംഭത്തിന്റെ പേര് കണ്ടുപിടിച്ചിരിക്കണം. കാരണം അവിടെ പേര് ചോദിക്കും. ആ പേര് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. പിന്നെ ഇത് എടുക്കുന്നതിന് വലിയ ഫീസൊന്നുമില്ല. 100 രൂപ മുതലാണ് ഈടാക്കുന്നത്. ചിലപ്പോൾ 200 രൂപ ആകുന്നവരും എടുക്കുന്നതും ഉണ്ട്. എങ്ങനെയാണ് അത് നിങ്ങളുടെ അക്ഷയെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. അക്ഷയ സെന്ററുകളെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. അത് അവരുടെ സർവീസും പിന്നെ ഇതിന് അടയ്ക്കേണ്ടുന്ന പൈസ 100 രൂപയും അതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അവരുടെ ഫീസ് വരിക. പിന്നെ ഞാനിവിടെ 1 വർഷത്തേക്ക് ആദ്യം എടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ 1 വർഷത്തേക്ക് എടുത്തിരുന്നത് എനിക്ക് അത് തീർന്നതിന് മുൻപ് എനിക്ക് അതിന് വേണ്ടിയിട്ട് റിന്യൂ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ ആ നമ്പർ പോയി. അതിനുശേഷം ഞാൻ ഇത് 2022 ഈ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളത്. ഇത് 2022 എടുത്ത രജിസ്ട്രേഷനാണ്. ഇത് ഞാൻ 5 വർഷത്തേക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് 2027 വരെ രജിസ്ട്രേഷൻ ഉണ്ട്. ഇനി ഇതിൻ്റെ അകത്തൊരു കാര്യമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ആ ലാസ്റ്റ് തീയതി, അതായത് എന്ന് വരേക്കാണോ നമ്മൾ എടുത്തിരിക്കുന്നത്, ആ ലാസ്റ്റ് ഡേറ്റിന് ഒരു 180 ദിവസം മുൻപ് നമ്മൾ ഇത് റിന്യൂ ചെയ്യാനായിട്ടുള്ള ആപ്ലിക്കേഷൻ വെക്കേണ്ടതാണ്. ഈ FSI രജിസ്ട്രേഷൻ്റെ ഈ പേപ്പറുകളിൽ ഒരു ലാസ്റ്റ് ഒരു പേപ്പറിൽ അവിടെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫോർ റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻ ബി ഫിൽഡ് ആസ് early as 180 days prior to expiry date of registration certificate. You can file application for renewal or modification of registration certificate by logging into FSI Food Safety Complaint System. ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വിത്ത് യുവർ യൂസർ ID ആൻഡ് പാസ്വേഡ് ഓർ കോൾ ആസ് അറ്റ് 1800112100 ഫോർ എനി ക്ലാരിഫിക്കേഷൻ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മറ്റൊന്നുമല്ല, ഇത് 180 ദിവസം മുൻപ് നമ്മുടെ രജിസ്ട്രേഷൻ തീരുന്ന ഡേറ്റ് കൊടുത്തിരിക്കുന്നതിന് 180 ദിവസം മുൻപ് നമ്മൾ റിന്യൂ ചെയ്യാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ വെക്കുക. അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് നമുക്ക് ഏതൊക്കെ കാറ്റഗറിക്ക് വേണ്ടിയാണ് നമ്മൾ രജിസ്ട്രേഷൻ എടുക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന കുറേ കാറ്റഗറി ഉണ്ട്. മെയിനായിട്ട് ഫുഡ് കാറ്റഗറി എന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സബ് ഫുഡ് കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ പ്രൊഡക്റ്റാണ്, കൈൻഡ്സ് ഓഫ് ബിസിനസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതാണോ അതോ റീപാക്കിംഗ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് അക്ഷയയിൽ അവർ ചോദിക്കുന്ന അനുസരിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ ID കാർഡ് വന്നിട്ട് ഇങ്ങനെയായിരിക്കും ഉള്ളത്. കണ്ടോ? അപ്പം അതാണ് നമുക്ക് FSI രജിസ്ട്രേഷനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. പിന്നീട് ഈ FSI രജിസ്ട്രേഷൻ എടുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു ഹെൽത്ത് കാർഡ് എടുക്കണം. കണ്ടോ? ഇത് നമ്മളുടെ അടുത്തുള്ള
ഹെൽത്ത് സെന്ററിൽ പോയാൽ നമുക്ക് ഇതെടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ എൻ്റെ അടുത്ത ഹെൽത്ത് സെന്ററിൽ നിന്നാണ് ഇതെടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് ഒക്കെ പറഞ്ഞു തരും. തൊഴിലാളികൾക്കുള്ള ഹെൽത്ത് കാർഡ് കൈവശം സൂക്ഷിക്കേണ്ടതും പരിശോധനാ സമയത്ത് കാണിക്കേണ്ടതുമാണ്. ഹെൽത്ത് കാർഡ് കൂടാതെ ഭക്ഷണശാലകളിൽ ജോലി ചെയ്യുന്ന കുറ്റകരവും ശിക്ഷാർഹവുമാണ്. അപ്പം നമ്മളിത് ഉണ്ടാക്കുന്നവരായതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇത് ആവശ്യം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ഹെൽത്ത് സർട്ടിഫിക്കറ്റ് കൂടി എടുത്തുകൊള്ളുക. നിങ്ങളുടെ അടുത്ത് ഹെൽത്ത് സെന്ററിൽ പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ അവർ പറയും എന്തൊക്കെയാണ് വേണ്ടത് എന്ന്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഫോട്ടോയും ആധാർ കാർഡും പിന്നെ നമ്മളുടെ ഫോൺ നമ്പർ പിന്നെ വേറെ എന്തായിരുന്നു എന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ അതവിടെ ഒന്ന് അന്വേഷിച്ചുകൊള്ളുക. അപ്പോൾ FSA രജിസ്ട്രേഷൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഹെൽത്ത് കാർഡിനെ കുറിച്ചും പറഞ്ഞു. ഇനി ഞാൻ അന്ന് പറഞ്ഞിരുന്നത് നമ്മൾ ലേബൽ എടുക്കുന്നതിനെ കുറിച്ചിട്ടാണ്. ഇത് എൻ്റെ ലേബൽ ഇതാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നല്ലോ. ഞാൻ ഈ നടുക്ക് ഭാഗത്ത് ഇങ്ങനെ മടക്ക് വരുമ്പോഴേക്കും അത് പോകുമല്ലോ എന്ന് കരുതി നടുക്ക് ഭാഗത്തുനിന്ന് ഇങ്ങനെ എടുത്തതാണ്. അപ്പം ഇതാണ് നമ്മളുടെ ലേബൽ എടുത്തിരിക്കുന്നത്. ഈ ലേബൽ എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ നമ്മളുടെ പ്രൈസും നമ്മളുടെ ക്വാണ്ടിറ്റി, ഡേറ്റ്, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് എടുത്താൽ നിങ്ങൾക്ക് ഈ ലേബൽ തീരുന്നത് വരെയും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അഥവാ ഇപ്പം നമ്മുടെ റേറ്റ് കൂട്ടിയാലോ ഡേറ്റ് വ്യത്യാസം വന്നാലോ ഒക്കെ നമുക്ക് ഇത് ഉപകാരമായിരിക്കും. ഡേറ്റ് നമുക്ക് അങ്ങനെ സ്ഥിരമായിട്ട് അടിച്ചു വെക്കാൻ പറ്റത്തില്ല. കാരണം ഓരോ ദിവസം മാറുന്നതോറും ഡേറ്റ് മാറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസും MRPയും ക്വാണ്ടിറ്റിയും എഴുതുന്നത് നമ്മൾ പിന്നീട് നമ്മൾ സീൽ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പെന്ന് വെച്ചിട്ട് എഴുതി കൊടുക്കുക. ഞാൻ പെന്ന് വെച്ചിട്ടാണ് എഴുതി കൊടുക്കുന്നത്. സീലിംഗ് ചെയ്യാനുള്ള സംവിധാനം ഇതുവരെയും ഞാൻ എടുത്തിട്ടില്ല. ഒരെണ്ണം വാങ്ങിക്കണമെന്നൊക്കെയാണ് കരുതുന്നത്. അപ്പോൾ ലേബലിൻ്റെ കാര്യവും അങ്ങനെ കഴിഞ്ഞു. ഇനി പാക്കിംഗ് കവറ് ഞാനിത് ഹോൾസെയിലായിട്ടാണ് വാങ്ങിക്കുന്നത്. ഇപ്പം ഇതിപ്പോൾ എൻ്റെ ഉണ്ണിയപ്പം പാക്ക് ചെയ്യുന്ന കവറാണ് കേട്ടോ. ഇത് 6-8 സൈസാണ്. അപ്പം ഈ ഒരു സൈസ് കവർ ഇപ്പോൾ ഏത് സൈസായിരുന്നാലും അവരുടെ വില കൃത്യമായിരിക്കും. 1 കിലോയ്ക്കാണ് അവർ വില ഈടാക്കുന്നത്. കവറിൻ്റെ സൈസിലല്ല കാര്യം, കിലോയിലാണ് അതിൻ്റെ വില ഉള്ളത്. അപ്പോൾ ഹോൾസെയിലിൽ നിന്ന് മാത്രം നിങ്ങൾ കവർ വാങ്ങുവാൻ ശ്രമിക്കുക. അതായിരിക്കും നിങ്ങൾക്ക് ലാഭം. പുറത്തു നിന്ന് നിങ്ങൾ വാങ്ങിയാൽ നിങ്ങൾക്ക് നഷ്ടം ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങളുടെ എന്ത് സംരംഭമാണോ അല്ലെങ്കിൽ എന്ത് ഫുഡാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്, എന്താണ് നിങ്ങൾ പായ്ക്ക് ചെയ്യുന്നത്, അതിൻ്റെ വലിപ്പം അനുസരിച്ച് അച്ചപ്പമാണെങ്കിൽ പാക്കിങ്ങിന് വ്യത്യാസമുണ്ടായിരിക്കും. അതുപോലെ ചെറിയ കടല പാക്കറ്റുകളാണെങ്കിൽ അതിൻ്റെ അളവനുസരിച്ച് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കവർ മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ കവർ. ഹോൾസെയിലായിട്ട് മേടിക്കുമ്പോൾ ഇങ്ങനെ ഒരു കവറിലാണ് നമുക്ക് കിട്ടുന്നത്. 1 കിലോയുടെ ഒരു പാക്കറ്റായിരിക്കും. പിന്നെ ഇതിന് തന്നെ പല രീതികളിലുള്ളതുണ്ട് കേട്ടോ. ഡബിൾ ടീ ഉണ്ട്, സിംഗിൾ ടീ ഉണ്ട്. ഞാനിപ്പോൾ സിംഗിൾ ടീ ആണ് എടുക്കുന്നത്. ഡബിൾ ടീ എടുത്തു കഴിഞ്ഞാൽ അതിന് ഭയങ്കരമായിട്ടുള്ള കട്ടിയായിരിക്കും. അപ്പോൾ നമുക്ക് കവറിൻ്റെ എണ്ണം കുറവായിരിക്കും. പക്ഷേ അത് നല്ല സ്റ്റിഫായിട്ട് നിൽക്കും. എന്നാലും എനിക്കിതിപ്പം ഇത് സ്യൂട്ടബിളായിട്ടാണ് തോന്നുന്നത്. ഒത്തിരി അങ്ങ് തിന്നുമല്ല, ഒത്തിരി അങ്ങ് അധികം കട്ടിയും ഇല്ല. അപ്പം ഞാനിതാണ് കേട്ടോ എടുക്കുന്നത്. സിംഗിൾ ടീ ആണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കവറിൻ്റെ കാര്യവും കഴിഞ്ഞു. ഇനിയുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഒരു ചെറിയൊരു ത്രാസാണ്. ഇത് നമുക്ക് കറണ്ടുമായിട്ട് കണക്ട് ചെയ്യാം. ഞാൻ അന്ന് കാണിച്ചിരുന്നു, പക്ഷെ അത് അത്ര ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റിയില്ല. അന്ന് ലൈറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇന്ന് ഇത് ഒന്നും കൂടി കാണിക്കുന്ന. റെപ്യൂട്ടേഷൻ ആണെന്ന് വിചാരിക്കരുത്. എന്നിട്ട് ഇത് അന്ന് ഞാൻ വാങ്ങിക്കുമ്പോഴേ ഏതാണ്ട് 200 സംതിങ്ങേ ഉള്ളൂ. 250 240 അത്രേ ഉള്ളൂ. ഇപ്പോൾ അത് കൂടിയിട്ടുണ്ടോ എന്നറിയില്ല. നമ്മൾക്ക് ആദ്യം ആദ്യമൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇത്തരം ഒരു ത്രാസം മതിയാവും. ഇതിനകത്ത് ഇത് കണ്ടോ, നമുക്ക് വേണമെങ്കിൽ ബാറ്ററി ഇട്ടും ഇത് റൺ ചെയ്യാവുന്നതാണ്. ബാറ്ററി ഇട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ കറണ്ടിൽ കുത്തിയിട്ടാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് കറണ്ടുള്ളത് കൊണ്ട് നമ്മൾ കറണ്ടിൽ കുത്തിയിട്ടാണ്. കറണ്ട് ഇല്ല എന്ന് വെച്ചോ നിങ്ങൾ 2 ബാറ്ററി വാങ്ങിയിട്ടോ നിങ്ങൾക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ,
ഇതിനകത്ത് നമ്മൾ വന്നിട്ട് ഇപ്പോൾ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് നമ്മൾക്ക് തൂക്കേണ്ടതെങ്കിൽ ഇവിടെ ടയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടയർ ഒന്ന് അടിച്ചിട്ട് ഇപ്പോൾ പാത്രം ഇതിന് മുകളിലേക്ക് വെച്ചിട്ട് ഇപ്പം സപ്പോസ് ഞാനിവിടെ ഇപ്പോൾ ഈ കുപ്പി ഇതിൻ്റെ മുകളിലോട്ട് വയ്ക്കുന്നു. ഇപ്പം ഇതിപ്പം കുപ്പിയിൽ വെള്ളമുണ്ട് കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. നമ്മളൊരു എംപ്റ്റി ആയിട്ടുള്ള ഒരു പാത്രം വെച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും തൂക്കിയെടുക്കാനാണെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ ടയർ അടിച്ചു കൊടുക്കുന്നു. ടയർ അടിക്കുമ്പോൾ അതിവിടെ കാണിക്കും, പിന്നെ 0 ആയിരിക്കും കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പാത്രത്തിനകത്തേക്ക് സാധനം ഇട്ട് കൊടുക്കുക. ഇതിപ്പം ഞാൻ വെള്ളക്കുപ്പി വെച്ചതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എംപ്റ്റി ആയിട്ടുള്ള പാത്രം വെക്കുന്ന കാര്യമാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാനൊന്ന് വെച്ചതാണ്. അതുപോലെ തന്നെ ഇവിടെ ഓൺ ഓഫ് കൊടുത്തിട്ടുണ്ട്, ബോർഡ് മാറ്റി എടുക്കാൻ ഉള്ളതുകൊണ്ട്, ലൈറ്റ് ഉണ്ട്, PCS ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ബിസിനസ്സൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് തൽക്കാലം ഇത് മതി. ഇനിയിപ്പം വലിയ ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയൊരു ത്രാസൊക്കെ വാങ്ങിച്ചാൽ കുഴപ്പമില്ല. ഒരു വലിയ ത്രാസ് മേടിക്കണമെങ്കിൽ ഒരു 3000 രൂപ. ഇപ്പം ഞാൻ ഈയിടെയായിട്ട് അന്വേഷിച്ചപ്പം ഒരു 5000 രൂപയ്ക്കുള്ളിലൊക്കെ നമുക്കൊരു ത്രാസ് എടുക്കാനായിട്ട് പറ്റും. പിന്നെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് നമ്മൾ ഇപ്പം എന്തെങ്കിലുമൊക്കെ പായ്ക്കൊക്കെ ചെയ്തിട്ട് അത് ഒട്ടിച്ചു കൊടുക്കാനാണെങ്കിൽ നമ്മളത് ഇതൊരെണ്ണം വാങ്ങിക്കാം. ഇത് വലിയ വിലയൊന്നുമില്ല, നമ്മൾക്ക് താങ്ങാവുന്ന വിലയിലേ ഉള്ളൂ. ഒരു 200 രൂപ താഴെ ഉള്ള ഒരു റേറ്റാണ് ഇതിനെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ വാങ്ങിയിട്ട് കുറേ വർഷങ്ങളായി, അതുകൊണ്ട് ഇതിൻ്റെ വിലയൊക്കെ ഞാൻ മറന്നുപോയതാണ്. എന്നാലും ഇങ്ങനെയൊരു സംഭവം വാങ്ങിച്ചാൽ ഈ ഒരു ടേപ്പ് നമുക്കിവിടെ വെച്ച് കൊടുക്കാം. ഇത് ഇങ്ങനെ നമ്മൾ കടകളിലൊക്കെ പോകുകയാണെങ്കിൽ ഇതിങ്ങനെ എടുത്തിട്ട് നമുക്കിപ്പോൾ ഒരു പാക്ക് ചെയ്യുന്ന സാധനത്തിലാണെങ്കിൽ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം അടുത്ത സാധനം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. നമുക്കിപ്പോൾ പുറത്തേക്കൊക്കെ പോകുന്നവരോ അല്ലെങ്കിൽ ഒരു പാഴ്സൽ കൊടുത്തു വിടണം. അപ്പോഴേക്കും അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സിപ്പ് ലോക്ക് വാങ്ങിച്ചുപയോഗിക്കാം. ഇതിന് തന്നെ സിപ്പുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് മെഷീൻ വെച്ച് നമുക്ക് പൊട്ടിക്കേണ്ട കാര്യമില്ല. ഇതിങ്ങനെ ലോക്ക് ചെയ്താൽ എന്താ ഇത്രയേ ഉള്ളൂ. അപ്പം ഈ സിപ്പ് ലോക്ക് കുറച്ച് വാങ്ങിയും വെക്കണം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. ഇതെന്താ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പം ഞാൻ ഈ തൊപ്പി വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നവരല്ലേ. അപ്പോൾ ആ ഉണ്ടാക്കുന്ന ഫുഡിനകത്ത് നമ്മുടെ മുടിയൊന്നും വീഴാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു തൊപ്പി വെച്ചിരിക്കുന്നത്. അപ്പം ഈ തൊപ്പി നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ തൊപ്പി വാങ്ങിക്കാം. അതിന് വലിയ വിലയൊന്നും വരുന്നില്ല, 100 രൂപയിൽ താഴെ ആവുന്നുള്ളൂ ഒരു പാക്കറ്റിന്. അതിൽ കുറേ ഉണ്ടായിരിക്കും. പിന്നെ ഇങ്ങനെ ഒരു തൊപ്പി മേടിക്കാനൊന്നും പറ്റില്ല എങ്കിൽ നിങ്ങൾ നല്ലൊരു തോർത്ത് എടുത്തിട്ട് ആ തലമുടി അങ്ങ് കെട്ടി വെച്ചേക്കണം. അപ്പം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നല്ലേ. ഇതാണ് നമ്മൾ സീൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെഷീന്. കണ്ടോ, ഈ ഒരു മെഷീൻ കറണ്ടിൽ കണക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മളിത് ഇങ്ങനെ പ്രസ് ചെയ്യും കവർ വെച്ചിട്ട്. അപ്പം ഇതിങ്ങനെ ഒട്ടിക്കോളും. അപ്പം ഈ റിബൺ, ഇപ്പം എൻ്റെ ഈ റിബൺ കണ്ടോ, ഇത് ഇച്ചിരി കീറിയിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് മാറ്റി ഇടണമെങ്കിൽ ഇതുപോലെ നമുക്ക് ഈ കവർ മേടിക്കുന്ന കടയിൽ തന്നെ ഇങ്ങനത്തെ റിബൺ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഈ റിബണ് ഈ സ്ക്രൂ ഇളക്കിയിട്ട് ഇതെടുത്ത് മാറ്റാം. എന്നിട്ട് ഈ റിബൺ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഈ പ്ലേറ്റ് വെച്ച് ഇത് മുറുക്കി കൊടുത്താൽ മതി. അപ്പം അങ്ങനെ നമുക്ക് ഇത് മാറിയിടാനായിട്ട് പറ്റും. അപ്പോൾ ഇത് മേടിക്കാനുള്ള പൈസ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്നും നിങ്ങൾ തുടങ്ങാതെയൊന്നും ഇരിക്കേണ്ട. നിങ്ങൾക്ക് ആദ്യമൊക്കെ തിരി വെച്ചിട്ട് ഒട്ടിക്കാൻ പറ്റും. ഞാനാണെങ്കിൽ കുറേ കാലങ്ങൾ തിരി വെച്ചാണ് ഒട്ടിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു മെഷീൻ വാങ്ങിച്ച് തിരി വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിങ്ങനെ അങ്ങ് ഒട്ടിക്കുമായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും തങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക. സ്വന്തമായി ഒരു വരുമാനമൊക്കെ ഉണ്ടാക്കുക. നിങ്ങളുടെ സംരംഭങ്ങൾ വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരോടും ഒരിക്കൽ കൂടി പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വീഡിയോ മുഴുവനായി കാണാൻ മറക്കരുതേ. അതുപോലെ തന്നെ വീഡിയോ കാണുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. നിങ്ങളുടെ ഓരോ വ്യൂസും വളരെ വിലപ്പെട്ടതാണ്. അതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇനിയും തുടർന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം. ഇനി മുതൽ നമ്മൾക്ക് കുക്കിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ കുക്കിംഗ് വീഡിയോകളുമായിട്ട് ഞാൻ വരും. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കുക്കിംഗ് വീഡിയോ ആയിരിക്കും. അതായത് ഒരു കാര്യങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള കുക്കിംഗ്, അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള കുക്കിങ്ങിലേക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.